ഉത്തർപ്രദേശിലെ മീററ്റിൽ വ്യാഴാഴ്ച രാത്രിയാണ് നാടിനെ നടുക്കിയ കൊലപാതകം അരങ്ങേറിയത്. നസ്ർ എന്ന യുവതിയാണ് തന്റെ വീടിനുള്ളിൽ അതിക്രൂരമായി കൊല്ലപ്പെട്ടത്. കഴുത്തുമുറിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ നസ്രിനെ രക്ഷിക്കാൻ അയൽവാസികൾ ഓടിയെത്തിയെങ്കിലും അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. ബലപ്രയോഗം നടന്നതിന്റെ ലക്ഷണങ്ങൾ ഇല്ലാതെ നടന്ന ഈ കൊലപാതകം തുടക്കം മുതൽ തന്നെ പോലീസിനെ കുഴപ്പിച്ചിരുന്നു. കൊലപാതകം നടന്ന വ്യാഴാഴ്ച രാത്രി തന്റെ ഭാര്യയെ അജ്ഞാതനായ കവർച്ചക്കാർ വകവരുത്തിയെന്നും വീട്ടിൽ മോഷണം നടന്നതായും നിലവിളിച്ചുകൊണ്ട് സാലിബ് തന്നെയാണ് നാട്ടുകാരെയും പോലീസിനെയും അറിയിച്ചത്. തകർന്നടിഞ്ഞൊരു ഭർത്താവിന്റെ രൂപത്തിൽ പോലീസിനെ സമീപിച്ച അയാൾ ക്രൂരമായി കഴുത്തറക്കപ്പെട്ട ഭാര്യയുടെ മൃതദേഹം കാട്ടി കവർച്ചക്കാരുടെ ആക്രമണത്തെക്കുറിച്ച് വിവരിച്ചു. ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം നിയമത്തിന്റെ കണ്ണു വെട്ടിക്കാനും താൻ നിരപരാധിയാണെന്ന് വരുത്തി തീർക്കാനും സാഹിബ് ആസൂത്രിതമായ ഒരു കവർച്ച കഥയാണ് മെനഞ്ഞത്. ഇതൊരു സാധാരണ കൊലപാതകമല്ല, മറിച്ച് മോഷണത്തിനിടെ നടന്ന ഒന്നാണെന്ന് തോന്നിപ്പിക്കാൻ സാഹിബ് വീട്ടിനുള്ളിൽ ചില മാറ്റങ്ങൾ വരുത്തി. വീട്ടിലെ സ്വർണ്ണാഭരണങ്ങളും പണവും തട്ടിയെടുക്കാൻ മോഷ്ടാക്കൾ ശ്രമിച്ചുവെന്ന് വരുത്താൻ വേണ്ടി അലമാരകൾ വാരി വലിച്ചിടുകയും സാധനങ്ങൾ നശിപ്പിക്കുകയും ചെയ്തു. വീടിനുള്ളിൽ മൽപ്പിടുത്തവും ബഹളവും നടന്നുവെന്ന് തോന്നിപ്പിക്കാൻ വീട്ടുപകരണങ്ങൾ പലതും അയാൾ തല്ലി തകർത്തു. സാഹിബിന്റെ അഭിനയം ആദ്യഘട്ടത്തിൽ വിജയിച്ചെങ്കിലും പോലീസിന്റെ വിദഗ്ധ പരിശോധനയിൽ ചില പൊരുത്തക്കേടുകൾ കണ്ടെത്തി. പുറത്തുനിന്ന് ഒരാൾ അതിക്രമിച്ചു കയറിയതിന്റെ ലക്ഷണങ്ങളോ വാതിൽ തകർത്തതിന്റെ പാടുകളോ വീടിന് പുറത്ത് കണ്ടെത്താനായില്ല. നസ്രിന്റെ ശരീരത്തിൽ ബലപ്രയോഗം നടന്നതിന്റെ ലക്ഷണങ്ങൾ ഇല്ലാത്തത് പ്രതിയുമായി ഇവർക്ക് പരിചയമുണ്ടെന്ന് സൂചിപ്പിച്ചു. പോലീസിന്റെ തുടർച്ചയായ ചോദ്യം ചെയ്യലിൽ സാഹിബ് പറഞ്ഞ മൊഴികളിലെ വൈരുദ്ധ്യം ആസൂത്രിതമായ ഒരു തിരക്കഥയാണെന്ന് പോലീസിന് മനസ്സിലായി. ശാസ്ത്രീയ തെളിവുകളുടെയും സാഹചര്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ സാഹിബിനെ പോലീസ് വലയിലാക്കി. ചോദ്യം ചെയ്യലിൽ തന്റെ വിവാഹേതര ബന്ധത്തിന് ഭാര്യ തടസ്സമായതിനാലാണ് ഈ കൊലപാതകം നടത്തിയെന്നും രക്ഷപ്പെടാനായി കവർച്ചാ നാടകം കളിച്ചതെന്നുമാണ് അയാൾ സമ്മതിച്ചത്. ആദ്യഘട്ടത്തിൽ കവർച്ചാശ്രമത്തിനിടെ നടന്ന കൊലപാതകമെന്ന് തോന്നിപ്പിച്ചെങ്കിലും പോലീസിന്റെ ശാസ്ത്രീയമായ ചോദ്യം ചെയ്യലിലാണ് പ്രതി സാഹിബിന്റെ രഹസ്യ ബന്ധങ്ങളെക്കുറിച്ചും കൊലപാതക പ്ലാനുകളെക്കുറിച്ചും വിവരങ്ങൾ പുറത്തുവന്നത്. പ്രതിയായ സാഹിബിന് മറ്റൊരു സ്ത്രീയുമായി വിവാഹേതര ബന്ധമുണ്ടായിരുന്നു. ഈ ബന്ധത്തെ ഭാര്യ നസ്രിന് ശക്തമായി എതിർത്തിരുന്നു. ഇതിനെ ചൊല്ലി ദമ്പതികൾക്കിടയിൽ പതിവായ തർക്കങ്ങളും വഴക്കുകളും നടക്കാറുണ്ടായിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തി. തന്റെ കാമുകി വിവാഹം കഴിച്ച് കൂടെ താമസിപ്പിക്കാൻ സാഹിബ് ആഗ്രഹിച്ചിരുന്നു. എന്നാൽ നസ്രൻ ജീവിച്ചിരിക്കുമ്പോൾ അത് സാധ്യമാകില്ലെന്ന് അയാൾ ഉറച്ചു വിശ്വസിച്ചു. കാമുകിയുമായുള്ള ജീവിതത്തിന് ഭാര്യ ഒരു തടസ്സമാണെന്ന് കരുതിയതോടെയാണ് അവളെ ഇല്ലാതാക്കാൻ അയാൾ തീരുമാനിച്ചത്. പെട്ടെന്നുണ്ടായ പ്രകോപനത്തിലല്ല, മറിച്ച് ദിവസങ്ങൾ നീണ്ട ആസൂത്രണത്തിനൊടുവിലാണ് സാഹിബ് കൊലപാതകം നടത്തിയത്. കൊലപാതകത്തിനായി മൂർച്ചയുള്ള ആയുധം അയാൾ മുൻകൂട്ടി കരുതിയിരുന്നു. വീട്ടിൽ മറ്റാരും ഇല്ലാത്തതോ അല്ലെങ്കിൽ എല്ലാവരും ഉറങ്ങിയതോ ആയ സമയം നോക്കിയാണ് അയാൾ കൃത്യം നിർവഹിച്ചത്. കൊലപാതകത്തിന് ശേഷം രക്ഷപ്പെടാൻ വേണ്ടി ഒരു കവർച്ചാ കഥ അയാൾ നേരത്തെ തന്നെ തയ്യാറാക്കിയിരുന്നു. ഇതിനനുസരിച്ചാണ് അലമാരകൾ വാരിവലിച്ചിട്ടതും സ്വർണം നഷ്ടപ്പെട്ടുവെന്ന് വരുത്തി തീർത്തതും. നസ്രിനെ കൊലപ്പെടുത്തിയ ശേഷം യാതൊരു കുറ്റബോധവും ഇല്ലാതെ നാട്ടുകാരെ വിളിച്ചു കൂട്ടാനും പോലീസിനോട് കള്ളം പറയാനും സാഹിബിന് കഴിഞ്ഞു. എന്നാൽ സാങ്കേതിക തെളിവുകളും സാഹചര്യ തെളിവുകളും പരിശോധിച്ചപ്പോൾ പോലീസിന് അയാളെ സംശയമായി. തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിൽ സാഹിബ് തന്റെ പ്രണയത്തെക്കുറിച്ചും ക്രൂരമായ കൊലപാതകത്തെക്കുറിച്ചും തുറന്നു പറയുകയായിരുന്നു. കൊലപാതകം നടന്ന മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പ്രതിയെ പിടികൂടാൻ പോലീസിന് സാധിച്ചു. കവർച്ചാ നാടകം പൊളിഞ്ഞതോടെ നിയമ നടപടികൾ വേഗത്തിലായി. പ്രാഥമിക ചോദ്യം ചെയ്യലിൽ സാഹിബ് നൽകിയ പരസ്പര വിരുദ്ധമായ മൊഴികളാണ് പോലീസിന് വഴിത്തിരിവായത്. വീട്ടിൽ അതിക്രമം നടന്നതിന്റെ ലക്ഷണങ്ങൾ ഇല്ലാത്തതിനാൽ പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്യുകയായിരുന്നു. കുറ്റം സംബന്ധിച്ചതോടെ സാഹിബിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡും ചെയ്തു. ഈ കൊലപാതകത്തിൽ പ്രതിയുടെ കാമുകിയോ മറ്റേതെങ്കിലും വ്യക്തികളോ ഗൂഢാലോചനയിൽ പങ്കുണ്ടോ എന്ന കാര്യം പോലീസ് ഇപ്പോഴും അന്വേഷിച്ചു വരികയാണ്. കൃത്യമായ തെളിവുകൾ ശേഖരിച്ച് വേഗത്തിൽ കുറ്റപത്രം സമർപ്പിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം.